PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 698/2022 എന്ന PSC പരീക്ഷയുടെ, അതായത് ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 2 മെസ്സഞ്ചർ നൈറ്റ് വാച്ച്മാൻ എന്ന പരീക്ഷകളുടെ മെയിൻ എക്സാമിനേഷൻ്റെ ആൻസർ കീ, PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോണത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഉത്തരങ്ങളിലേക്കും കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഉത്തരം സംവാദ് കൗമുദി. രണ്ടാമത്തെ: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ബി ആണ്, DK കാർവേ. 3. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ബി മറാത്തി. 4. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? സി അബനീന്ദ്രനാഥ ടാഗോർ. 5. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണയാണ്. എ. 6. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? NB കൃഷ്ണവാര്യർ. സി. 7. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്താണ്? റഷ്യയുടെയാണ്. ബി. 8. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലകാണ്. എ. 9. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം. എ. 10. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? അത് വെല്ലൂർ കലാപം. സി. 11. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പ്. എ. 12. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? കുമാരനാശാൻ. എ. 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? KM മുൻഷി. എ ആണ്. 14. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? അനുച്ഛേദം 338B A ആണ് ഉത്തരം. എ ആണ്. 15. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? അനുച്ഛേദം 21A. സി ആണ് ഉത്തരം. 16. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? എ. യുണൈറ്റഡ് കിങ്ഡം. 17. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ. വാർത്താവിനിമയം. 18. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരി ആയവ ഏതെല്ലാം? അത് 1, 3, 4 ആണ് ശരിയായത്, അതായത് സി ആണ് ഉത്തരം. ഇനി 19. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? അത് ഡി ആണ്, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. 20. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ബി. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. 21. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെക്കുറിച്ചാണ്? ഡി. ഗാന്ധിജിയുടെ മരണം. 22. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മൈസൂർ. എ ആണ്. 23. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ഓസ്ട്രേലിയ. ഡി. 24. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? സി. വിഴിഞ്ഞം. 25. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 3ഉം 5ഉം, അതായത് ഗുജറാത്തും മധ്യപ്രദേശും. സി ആണ് ഉത്തരം. 26. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക? ഡി. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ് എന്നുള്ളതാണ്. 27. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക? എ. വടക്കൻ സിർക്കാസ് തീരം. 28. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക? ബി. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 29. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു, ശരിയായ ക്രമീകരണം കണ്ടെത്തുക? എ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. 30. അന്റോണിയോ ഗുട്രസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. സി.
31. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. അത് ഡി. ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗേൽ. 32. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ബി. ഇറാൻ. 33. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ബി. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 34. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കണ്ണൂരും കാസർഗോഡും. എ ആണ് ആൻസർ. 35. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 എ. 36. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. സി. അഷ്ടമുടിക്കായൽ. 37. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബി. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. 38. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ബി. ഷോളയാർ, പാലക്കാട്. 39. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആറളം, ഡി. 40. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ബി. ഇരവികുളം ദേശീയോദ്യാനം. 41. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. 1, 2, 5 ആണ് യോജിക്കണത്. അതായത് ഡി ആണ് ഉത്തരം. ബേപ്പൂര് കോഴിക്കോടാണ്, കോഴിക്കോട്. മുനമ്പം എറണാകുളം. അഴീക്കൽ കൊല്ലം. 1, 2, 5 ആണ്. ഡി ആണ് ആൻസർ. 42. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്, ബി. 43. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഡി ആണ്. 44. നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 45. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ബി. വൈകുണ്ഠസ്വാമികൾ. 46. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഡി. ഇന്ത്യ. 47. ആഹാരം നന്നായി ചവച്ചരിച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? സി. ദഹനം സുഗമമാക്കാൻ. 48. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്, ബി. 49. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്ത്? എ. ആദിത്യ L1. 50. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? വിരാട് കോഹ്ലി, സി. 51. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ, എ. 52. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഡി. പാരീസ്. 53. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപര്യാപ്തത രോഗങ്ങൾ, സി. 54. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? ഡി. പവിത്ര, അന്നപൂർണ. 55. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഡി. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. 56. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? 1, 3 ആണ് കാൽസ്യവും ഫോസ്ഫറസും. എ ആണ് ഉത്തരം. 57. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? അത് മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും, അതായത് സി. 58. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എ. കോഴിക്കോട്. 59. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഡി. ചെറുധാന്യങ്ങൾ. 60. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. സിങ്ക്, ഗലീന, ബി ആണ്. 61. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? അത് 2, അതായത് മാസിനെയും പ്രവേഗത്തിനെയും. ഗതികോർജ്ജം കാണാനുള്ള ഫോർമുല 12 mv² എന്നാണ്. അപ്പോൾ മാസിനെയും വി വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തെയും. അപ്പോൾ സി ആണ് ഉത്തരം. 62. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്ങി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്, ഡി ആണ്. 63. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്നത് 1, 2, 3
ശരിയാണ്. നാലാമത്തെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 64 ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. 65 എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? 3 എ ആണ്. 66 ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് ഒന്നാമത്തെ. പിന്നെ 4 സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. അപ്പോൾ സി ആണ് ഉത്തരം. 1, 4 ആണ് ശരി. 67 ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗമാണോ? ബാക്ടീരിയ എ. 68 കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? 2ഉം 4ഉം, അതായത് മന്തും മലമ്പനി. ഡി ആണ് ഉത്തരം. 69 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ ശരിയായത് 1 പിന്നെ 3. അപ്പോൾ എ ആണ് ഉത്തരം. 70 ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ബി. 71 വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? എ ആണ്. വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. 72 വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. എ ആണ്. 73 താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ്, ഡയേറിയ ബാക്ടീരിയ. 74 ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ എ ആണ് ഉത്തരം. 75 വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ബി ആണ്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. 76 കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? അത് 1ഉം 4ഉം ആണ്. അതായത് സി ആണ് ഉത്തരം. 77 ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. എ ആണ്. 78 അടുത്തിടെ ജീവൻ ടാഗ് ലഭിച്ച ചോക്കു അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? സി ആസാം. 79 2023 ഓഗസ്റ്റിൽ EG 5.1 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഡി ആണ്. 80 ഇന്ത്യയിൽ ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? എ കേരളം. 81 32² = 1024 ആയാൽ 0.00124ന്റെ വർഗ്ഗമൂലം എത്ര? 0.032 ബി ആണ്. 82 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം? 6 ആണ്. 28ന് 6 ഘടകങ്ങളുണ്ട്. അപ്പോൾ എ. 83 3 + 6 + 9 + എക്സെട്ര + 180 എത്ര? 5400. സി ആണ്. 84 3 × 10 + 5 × 1 + 8/10 + 3/1000 എത്ര? ഡി ആണ്. 35.803. 85 എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. അത് 8:3 ബി ആണ്. 86 ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ത്? അപ്പോൾ 22.5 കിലോമീറ്റർ. സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് വേഗത സമം ദൂരം ബൈ സമയമാണ്. ആ ഫോർമുല വെച്ച് ചെയ്യാം. 87 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? 8 വർഷം. ഡി ആണ്. 88 ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6ആം ദിവസത്തെ കൂലി എത്ര? അത് 840. ഡി ആണ്. 89 ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? എ 120. 90 48 - 12 × 3 + 8/10 - 18 / 3 = ബി 5. 91 കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ്. 5/8. 92 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? ഉത്തരം 45 ബി ആണ്. 93 താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? അത് 121 ആണ്. സി. 94 BDE, EGH, HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്?
KMN B ആണ്. 95 ഒറ്റയാനെ കണ്ടെത്തുക. 8:33 A ആണ്. 96 അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? C 9 ആണ്. 97 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം B 246. 98 സൺ എന്ന വാക്ക് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? A ആണ് OQDFMO. 99 1/5 + 1/5² + 1/5 ക്യൂബ് ഈക്വൽസ് ഡാഷ് 0.248 A ആണ്. 100 2 ക്യൂബ് × 3 സ്ക്വയർ 2 സ്ക്വയർ × 3 ക്യൂബ് എന്നീ സംഖ്യകളുടെ ലാസാഗു എന്ത്? C 216. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയുടെ ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സൊക്കെ ഒരുവിധമൊക്കെ അത്ര ടഫ് എന്ന് പറയാനില്ല, ഒരുവിധമൊക്കെ എളുപ്പമുള്ളത് തന്നെയായിരുന്നു. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഒരുവിധം നല്ല സ്റ്റാൻഡേർഡൊക്കെയുള്ള നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കണ്ടെത്തി കഴിയുമെങ്കിൽ കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു.